സാധാരണ ഞാൻ ഷോപ്പിംഗ് വ്ലോഗ്സ് ഒന്നും ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ ഫസ്റ്റ് റീസൺ എനിക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോസ് എടുത്ത് നടക്കാൻ തീരെ ഇഷ്ടമില്ല. പിന്നെ സെക്കൻഡ് റീസൺ വീഡിയോസ് എടുക്കണ കാര്യം ഞാൻ തന്നെ മറന്നു പോകും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോഴായിരുന്നു അയ്യോ ഞാൻ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അങ്ങനെ ആലോചിക്കുക. അങ്ങനെ ഒരു പ്രശ്നമുള്ള കാരണം ഞാൻ അധികം ഷോപ്പിംഗ് വ്ലോഗ്സ് ഒന്നും എടുക്കാറില്ല. പക്ഷെ നമ്മൾ ഒന്നോ രണ്ടോ ഷോപ്പിംഗ് വ്ലോഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ദേ ഇപ്പൊ കാണുന്ന ഷോപ്പിംഗ് വ്ലോഗും ഇത് ആക്ച്വലി ഷോപ്പിംഗ് വ്ലോഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യണു. കാരണം ഞാൻ സാധാരണ പോകാറുള്ള ഷോപ്പിലല്ല, എജുമാർട്ടിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് പ്രൊഡക്ട്സ് ഇങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രൈസ് എനിക്ക് അങ്ങോട്ട് കൺവിൻസ്ഡ് ആവാത്ത കാരണം ഞാൻ അധികം സംഭവങ്ങളൊന്നും വാങ്ങിയില്ല. പിന്നെ എന്റെ ഫോൺ ചെറുതായിട്ടൊന്ന് സ്വിച്ച് ഓഫ് ആയ കാരണം എന്റെ വ്ലോഗ് പകുതി വെച്ച് സ്റ്റോപ്പായി. അപ്പൊ എന്തായാലും ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിച്ചു തരാം. എജുമാർട്ടിന് ആകെ 3 ഐറ്റംസ് വാങ്ങിയുള്ളൂ. കുറച്ച് വാഷി ടേപ്സും അതുപോലെ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ 12 ഡിഫറെന്റ് പാറ്റേൺസ് കൊടുത്തിട്ടുള്ള കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിന്റെ ഉള്ളിൽ അതുപോലെ ഇരിക്കുന്നു. പക്ഷെ ഇതിൽ ആകെ ഒരു പാറ്റേൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു സിംഗിൾ പാറ്റേൺ ആണെന്ന്. പക്ഷെ ഞാനാണെങ്കിൽ അത് ശ്രദ്ധിച്ചില്ല. പിന്നെ ഇതുപോലെ കീച്ചേന്റെ റിങ്സും മാത്രമാണ് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയുള്ള ഐറ്റംസ് ഒക്കെ പല പല ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഈ ഫർ വാങ്ങിയത് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ്. ഇതിന് മീറ്ററിന് 300 ആണ്. പിന്നെ നമ്മൾ ഫ്ലവറേസ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണ വൈറ്റ് സിമെന്റും അതുപോലെ പ്ലാസ്റ്റർ വയർസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടി ആക്കി 60 റുപ്പീസ് ഉള്ളൂ. പിന്നെ നമ്മൾ കമ്പി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റിന് 65 റുപ്പീസ് ആയിരുന്നു. പിന്നെ റൂമിക്ക് വേണ്ടി ഒരു കാർപ്പറ്റ് അന്വേഷിക്കാൻ പോയിട്ട് മാച്ചിനുള്ള കാർപ്പറ്റ് ഒന്നും കിട്ടാത്ത കാരണം ഒരു ഡോർമേറ്റ് എടുത്തു. അതാണെങ്കിൽ പക്ക മാച്ച് ആയിരുന്നു. പിന്നെ വെറും 40 രൂപയ്ക്ക് ഒരു കറക്ഷൻ ടേപ്പ് വാങ്ങിച്ചു. പക്ഷെ അത് റീഫില്ല് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സംഭവം കൊള്ളാം, യൂസ്ഫുൾ ആണ്. അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് മറക്കണ്ട.